അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ദ മോളാർ മാസിനെ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ ചോദിക്കട്ടെ, വാട്ട് യു മീൻ ബൈ ദ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്റർ എന്താണ്, നമ്മുടെ സൊല്യൂഷൻസ് ആണല്ലേ. സൊല്യൂഷൻസ് നമുക്കറിയാം, സൊല്യൂട്ടും സോൾവെന്റും ചേർന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ആര്, സൊല്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് സൊല്യൂട്ടിൻ്റെ അൺനോൺ ആയിട്ടുള്ള മോളാർ മാസ് കണ്ടുപിടിക്കാം എന്നാണ് നമുക്ക് ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ, ഇവിടെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ നേച്ചർ റിലേറ്റഡ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പ്രസന്റ് ഇൻ ദ സൊല്യൂഷൻ. സച്ച് പ്രോപ്പർട്ടീസ് ആർ കോൾഡ് ആസ് ദ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അത് നമ്മളിടുന്ന സൊല്യൂട്ടിൻ്റെ എണ്ണത്തിനെ, നമ്പറിനെ, കോൺസെൻട്രേഷനെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലാതെ അതിൻ്റെ ക്വാളിറ്റീനെയോ അല്ലെങ്കിൽ അതിൻ്റെ നേച്ചറിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, സൊല്യൂട്ട് ഇപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ഇടാം, NaCl ഇടാം, അല്ലെങ്കിൽ ഷുഗർ ഇടാം, അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇടാം. ഓക്കെ, അതിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മറിച്ച് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടെ കൂടുതലും? ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. നമ്പർ, ഇതിനാണ് ഇമ്പോർട്ടൻസ്, നമ്പറിനാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അതിനെ എന്തായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നമുക്ക് നടത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അത് കാരണം തന്നെയാണ് നമ്മുടെ ഇതിൽ എന്ത് പറയുക, ഡിറ്റർമിനേഷൻ ഓഫ് ദ മോളാർ മാസ്. മോളാർ മാസിനെ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അൺനോൺ മോളാർ മാസിനെ ഈ ഒരു പ്രോപ്പർട്ടി വഴിയാണ്, നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വഴിയാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു സോൾവെന്റ് നോൺ ആയിട്ടുള്ളൊരു സോൾവെന്റ് തന്നിട്ട് അതിൽ നമ്മൾ അൺനോൺ ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യാണ്, നമുക്കതിൻ്റെ മാസ് അറിയില്ല. ഓക്കെ, അപ്പോൾ പലതരത്തിലുള്ള മെത്തേഡുകൾ നമ്മൾ ലാബിൽ ചെയ്യാറുണ്ട്, റാസ്റ്റ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യാറുണ്ട്. അതൊക്കെ ഹയർ ലെവൽ ക്ലാസ്സുകൾ നിങ്ങൾ പഠിച്ചോളും. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മറിച്ച് നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്, ആഡ് ചെയ്ത സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെയാണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതുവഴി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, മോളാർ മാസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നാല് തരത്തിലുള്ള പ്രോസസ്സുകളാണ് വരുന്നത്. ഒന്ന് വരുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് ദ വേപ്പർ പ്രഷർ. ഇതാണ് ആദ്യത്തെ ഒരു പ്രോപ്പർട്ടി, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് ദ വേപ്പർ പ്രഷർ. പിന്നെ അടുത്ത് നിങ്ങൾ കാണാൻ പറ്റും എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് കാണാൻ പറ്റും, പിന്നെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് കാണാൻ പറ്റും, പിന്നെ ലാസ്റ്റ് വരുന്നത് ഓസ്മോട്ടിക് പ്രഷറാണ്. ഇങ്ങനെ 4 തരം പ്രോപ്പർട്ടീസാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോസസ്സുകളൊക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമിനേഷൻ ഓഫ് മോളാർ മാസ് ഓഫ് ദ അൺനോൺ സൊല്യൂട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇവിടുത്തെ ഉദ്ദേശങ്ങൾ. ഓക്കെ, അപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ആദ്യം എന്താണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ടേം ഇറ്റ്സെൽഫ് സിഗ്നിഫൈസ്, അല്ല എന്താണ് ഈ വേപ്പർ പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത്, എന്തിനാണ്, വാട്ട് യു മീൻ ബൈ ദ വേപ്പർ പ്രഷർ? യെസ്, വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സൊല്യൂഷനെ അതിൻ്റെ സോൾവെന്റ് തന്നെ അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സ്, അതിൻ്റെ സർഫസ് അപ്ലൈ ചെയ്യുന്ന ഒരു പ്രഷർ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതെ. അപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, RLVP എന്നൊക്കെയാണ് നമ്മൾ ഇതിനെ പറയാം. എന്തെന്നാണ് ഇതിനെ പറയുന്നത്, RLVP എന്നൊക്കെയാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ ഇതിനെ പറയാം, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഓക്കെ, അപ്പോൾ ഈ വേപ്പർ പ്രഷർ എപ്പോഴാണ് കുറയുന്നത്, റിലേറ്റീവ് ലോവറിംഗ് എപ്പോഴാണ് നടക്കുന്നത്, റിലേറ്റീവ് ടു എന്തിനോടോ ബന്ധിപ്പിച്ച് നമ്മൾ പറയാണ്, റിലേറ്റീവ് ടു ദ സോൾവെന്റിനെ വെച്ച് നോക്കുമ്പോൾ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറവായിരിക്കും. അത് എങ്ങനെയാന്ന് ഓർമ്മയുണ്ടോ, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ കേസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇവിടെ ഒരു പ്യുവർ സോൾവെന്റ് എടുക്കുകയാണ്, ഇവിടെ എന്താണ്, ഒരു സൊല്യൂഷനാണ് അല്ലേ. അപ്പോൾ ഒരു പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ എപ്പോഴും കൂടുതലായിരിക്കും. അതായത് സോൾവെന്റ് എടുത്ത് നമ്മൾ ഹീറ്റ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും, അതിലത്തെ മോളിക്യൂൾസ് തന്നെയായിരിക്കും മുകളിലും വരുന്നുണ്ടായിരിക്കാം അല്ലേ. അതായത് മോളിക്യൂൾസ് കൂടും, കാരണം ഇവർ തമ്മിൽ എന്തുണ്ട്, വേറൊരു സൊല്യൂട്ട് മോളിക്യൂൾസിന്റെ ഒരു ഇന്ററാക്ഷൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല. സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷനാണ് നടക്കുന്നത്. അതിനാൽ തന്നെ ഈസിയർ ആയിട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റും, അറ്റ്മോസ്ഫിയറിലേക്ക് ഈസിയർ ആയിട്ട് എസ്കേപ്പ് ചെയ്തിട്ട് ഇതിന്റെ സർഫസിലേക്ക് ഇതിന്റെ മോളിക്യൂൾസ് തന്നെ ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേപ്പർ പ്രഷർ വളരെ കൂടുതലാണ്. വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം മോളിക്യൂൾസിന് അതിനും എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നു, അതുവഴി എന്തോരം ഫോഴ്സും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നു. അതിനാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യും, ആ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഈക്വൽ ആകുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയാം, ബോയിലിംഗ് പോയിന്റ് എന്ന് പറയാം. ആ കേസിൽ നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയും. ഓക്കെ, ഇവിടെ നമ്മൾ ബോയിലിംഗ് പോയിന്റ് എത്തിയിട്ടില്ല, അവിടെ വരെയുള്ള പ്രഷർ, അതിന്റെ മോളിക്യൂൾസ് തന്നെ അതിന്റെ സർഫസും എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷർ, ദാറ്റ് ഈസ് എ വേപ്പർ പ്രഷർ. ഓക്കെ,
അപ്പോൾ ഇപ്പോൾ ഒരു സൊല്യൂട്ട് നമ്മുടെ സോൾവെന്റ് മാത്രം വാട്ടർ മാത്രം ഇവിടെ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾവെന്റിന്റെ മോളിക്യൂൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷനും സോൾവെന്റും കൂടുതലായിരിക്കും ഈ കേസിൽ. ഇനി ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ എന്താണ് സൊല്യൂഷൻ ആണല്ലേ, സോൾവെന്റും ഉണ്ട് സൊല്യൂട്ടും ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈ സോൾവെന്റ് മോളിക്യൂൾസിനെ അങ്ങനെ എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം സൊല്യൂട്ട് ഇങ്ങനെ പിടിച്ച് നിർത്തിയേക്കാം. ഓക്കെ, ഒരു ഇന്ററാക്ഷൻ ഇവിടെ ഉണ്ട്, പിടിച്ച് നിർത്തിയേക്കാം. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് മോളിക്യൂൾസിന് തന്നെ എന്തുണ്ടാവും, കുറയും. ഇത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്തുണ്ടാവും, കുറയും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു പ്യുവർ സോൾവെന്റും ഒരു സൊല്യൂഷനും എടുത്ത് നോക്കുമ്പോൾ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും എന്തിനെ വെച്ച് നോക്കുമ്പോൾ, പ്യുവർ ആയിട്ടുള്ള സോൾവെന്റിനെ വെച്ച് നോക്കുമ്പോൾ. ഇതിനെയാണ് നമ്മൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. പ്യുവർ സോൾവെന്റിനെ റിലേറ്റീവ് ചെയ്ത് നോക്കുമ്പോൾ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറവായിരിക്കും. ദാറ്റ് ഇസ് RLVP, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഓക്കെ, ക്ലിയർ ആയോ? അതെ, നമുക്ക് അതിന്റെ കാൽക്കുലേഷൻ പാർട്ടിലേക്ക് നമുക്ക് കടക്കാം. ഈ ഇക്വേഷൻ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ റൗൾസ് ലോയിൽ പറഞ്ഞതാണ് ദിസ് പാർഷ്യൽ പ്രഷർ ദ ഫസ്റ്റ് കമ്പോണന്റ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ പാർഷ്യൽ പ്രഷർ ദ പ്യുവർ കമ്പോണന്റ് 1 ആണ്. അത് നമുക്ക് എങ്ങനെ കൊടുക്കാം, P1 is equal to x1 into P10. x1 എന്ന് പറഞ്ഞാൽ എന്താ, മോൾ ഫ്രാക്ഷൻ ആണ് കേട്ടോ ഉദ്ദേശിക്കണേ. സോ ദ റിഡക്ഷൻ ഇൻ ദ വേപ്പർ പ്രഷർ ഓഫ് ദ സോൾവെന്റ്. ഇനിയുള്ള ഭാഗങ്ങൾ പറയുന്നത് നമുക്ക് പ്രോബ്ലംസുകളൊക്കെ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഭാഗങ്ങളാണ്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഇസ് ഡെൽറ്റ P1. ഡെൽറ്റ P1 എന്ന് പറയുന്നത് എന്താ, ചേഞ്ച് ഇൻ പ്രഷറാണ്. ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ആണ്, മറ്റൊരാളെ ബന്ധിപ്പിച്ച് നോക്കുമ്പോഴാണ്. അപ്പോൾ ചേഞ്ച് ഇൻ പ്രഷറാണ്, ചേഞ്ച് ഇൻ പാർഷ്യൽ പ്രഷറാണ് ഇവിടെ വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്, പാർഷ്യൽ പ്രഷർ ഓഫ് ദ പ്യുവർ കമ്പോണന്റ് മൈനസ് പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഫസ്റ്റ് കമ്പോണന്റ്. എന്തുകൊണ്ട് അവിടെ P10 ആദ്യം എടുക്കാൻ കാരണം അതിന്റെ വാല്യൂ ആയിരിക്കും അല്ലേ ഏറ്റവും കൂടുതൽ വരാം. സോ P10 മൈനസ് P1. ക്ലിയർ ആയോ? പാർഷ്യൽ പ്രഷർ കാരണം വേപ്പർ പ്രഷർ ആർക്കാ കൂടുതൽ, പ്യുവർ ആയിട്ടുള്ള സോൾവെന്റിനാന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. സൊല്യൂഷൻ എന്തുണ്ടാവും, വേപ്പർ പ്രഷർ കുറവായിരിക്കും. അതുകൊണ്ടാണ് സൊല്യൂഷൻ്റെ കൂടെ എഴുതിയിട്ട് പ്യുവർ ആയിട്ടുള്ള ആളെ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ക്വാണ്ടിറ്റി വരാതിരിക്കാൻ വേണ്ടിയിട്ട് വലുതിൽ നിന്ന് ചെറുതല്ല മൈനസ് ചെയ്യുക. അപ്പോൾ വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ സോൾവെന്റ് ആണ് എപ്പോഴും ഗ്രേറ്റർ കമ്പയർഡ് ടു വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ. അത് കാരണം P10 മൈനസ് P1 എന്ന് എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു P10 മൈനസ് ഇത് ഈ P1നെ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ, x1 P10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, P10 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. സോ P10 into 1 minus x1 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ആൻഡ് നോയിങ് ദാറ്റ് നമുക്ക് ഓൾറെഡി അറിയാം x1 എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ആണ്. നമുക്ക് x1 പ്ലസ് x2 ഇസ് ഈക്വൽ ടു എന്താണ്, 1 ആണ് നമുക്കറിയാം. അപ്പോൾ x2 കാണാൻ എന്ത് ചെയ്യാം, 1 മൈനസ് x1 ചെയ്താൽ മതി. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും, ഡെൽറ്റ P1 ഇസ് ഈക്വൽ ടു x2 P10. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ x1 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ x2 അറിയാമെങ്കിൽ x1 ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ P10 ഇൻറ്റു x2നോട് ഈക്വൽ അല്ലേ ഈ സംഭവം. അതായത് ഇവിടെ നമ്മൾ ഡെൽറ്റ P1 ഇസ് ഈക്വൽ ടു ഈ 1 മൈനസ് x1 എന്ത് കൊടുക്കാം, x2 എന്ന് കൊടുക്കാം അല്ലേ. അപ്പം x2 ഇൻറ്റു P10 അങ്ങനെ കൊടുക്കാം. അതിപ്പോൾ നമുക്ക് x2 മാത്രമാണ് അറിയുള്ളൂ എന്ന് വെക്കാം. മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സെക്കൻഡ് കമ്പോണന്റ് മാത്രം അറിയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് കണ്ടുപിടിച്ചൂടെ. ഓക്കെ, അതിന് വേണ്ടി അപ്പം നമുക്ക് x1 അറിയണമെന്നില്ല, x2 ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താലും ഈക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ഭാഗത്ത് നമ്മൾ കാണുന്നത് ഈ ഡെൽറ്റ P1 ബൈ P10. അതായത് ഈ ഡെൽറ്റ P1ന്റെ ഡിനോമിനേറ്ററിലേക്ക് എന്തിനെടുത്തു, ഈ P10 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്താ, ഡെൽറ്റ P1 ബൈ P10 ഇസ് ഈക്വൽ ടു ഈ ഡെൽറ്റ P1നെയാണ് നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ, പാർഷ്യൽ പ്രഷർ ദ പ്യുവർ കമ്പോണന്റ് മൈനസ് പാർഷ്യൽ പ്രഷർ ദ സൊല്യൂഷൻ. സോ P10 മൈനസ് P1 ബൈ P10 അങ്ങനെ തന്നെ എഴുതി, വിച്ച് ഈസ് ഈക്വൽ അത് എന്തിനോട് ഈക്വൽ ആണ്, x2നോട് ഈക്വൽ അല്ലേ. ഈ ഡെൽറ്റ P1 ബൈ P10 ഇസ് ഈക്വൽ ടു എന്തിനോട് ഈക്വൽ ആണ്, x2നോട് ഈക്വൽ ആണ്. ആ ഇക്വേഷൻ ഇവിടെ എഴുതിയെന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ സോൾവ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, കാൽക്കുലേഷൻസുകൾ, ഇതിൻ്റെ പ്രോബ്ലംസുകൾ വരും. അപ്പോൾ അത് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സോൾവ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇനി അവിടെ എഴുതിയിരിക്കുന്ന ഇക്വേഷനെ തന്നെ നമ്മൾ x2ന് നമ്മൾ അതിന് സ്പ്ലിറ്റ് ചെയ്ത്, x2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, മോൾ ഫ്രാക്ഷൻ ആയിരുന്നു, x2 ആയിരുന്നു. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഡിവൈഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് ദ പാർട്ടിക്കിൾസ്, സൊല്യൂട്ടും സോൾവെന്റും കൂടി ചേർന്നതാണ്. ഇവിടെ നമുക്കറിയാം എന്തെന്ന്, ഈ N2 ഉണ്ടല്ലോ, ഈ N2 എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആണ്. അതെപ്പോഴും ഒരു കേസുകളൊക്കെ വളരെ കുറവായിരിക്കും. സോൾവെന്റ് ആണോ സൊല്യൂട്ട് ആണോ കൂടുതലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും സോൾവെന്റ് ആണ് കൂടുതലും, സൊല്യൂട്ട് വളരെ കുറവായിരിക്കും. അത് എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിന് നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റിയെ കാരണം നമുക്ക് ഇതിന് വേണമെങ്കിൽ നെഗ്ലക്ട് ചെയ്ത് കളയാം. നെഗ്ലക്ട് ചെയ്യാൻ മീൻസ് നമുക്ക് അതിനെ ഇല്ലാണ്ടാക്കാം, ബിക്കോസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ P10 മൈനസ് P1 ബൈ P10 ഇസ് ഈക്വൽ ടു N2 ബൈ N1. ഇതിനെ നമ്മൾ കളഞ്ഞു, ഇതിനെ 0 ആയിട്ട് കൺസിഡർ ചെയ്ത് ഇതിനെ കളഞ്ഞു. അത് അങ്ങനെയാണ്, അതുകൊണ്ടാണ് N2 ബൈ N1 വന്നത്. അങ്ങനെ നമ്മൾ P10 മൈനസ് P1 ബൈ P10 ഇസ് ഈക്വൽ ടു N2 എന്ന് പറഞ്ഞാൽ എന്താ, N2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്നാണ്. അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. അത് തന്നെ ഇവിടെ എഴുതിയിട്ടുള്ളൂ, W2 ബൈ M2, ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഇൻറ്റു എന്ത് വന്നു,
N1 എന്ന് പറഞ്ഞാൽ എന്തുട്ടാ, ഇതന്നെ ഗിവൺ മാസ് ഓഫ് സോൾവെന്റ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് സോൾവെന്റ്. അതിങ്ങനെ മുകളിലേക്ക് വന്നു, ന്യൂമറേറ്ററിലേക്ക് പോയി മാത്രം. അപ്പം ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമുക്ക് M2 കാണാൻ പറ്റും. നമ്മുടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഉദ്ദേശം എന്താണ്? നമ്പർ ഓഫ് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആണ് അല്ലേ. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മോളാർ മാസ്, അൺനോൺ ആയിട്ടുള്ള സൊല്യൂട്ടിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ M2 കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പ്രോപ്പർട്ടിയിലേക്ക് ഇതിന് മൊത്തം ഇൻറ്റു W1 ഡിവൈഡ് ബൈ W2 ഇൻറ്റു M1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? M2 കിട്ടും. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ M2. ഇതാണ് നമുക്ക് ആവശ്യമുള്ള സംഭവം. ഇതിനെ ഇങ്ങോട്ടേക്ക് എടുക്കുക, ഇതിനൊക്കെ ഇങ്ങോട്ട് താഴേക്ക് കൊണ്ടുവരിക. അതുവഴി നമുക്ക് എന്ത് കിട്ടും? നമുക്ക് മോളാർ മാസ് ഓഫ് അൺനോൺ സൊല്യൂട്ട് നമുക്ക് കിട്ടും. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. കണ്ടോ, ഫ്രം ദിസ് ഇക്വേഷൻ നോയിങ് ഓൾ അതർ ക്വാണ്ടിറ്റീസ് മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ഇവിടെ M2 ആണ് എപ്പോഴും ക്വസ്റ്റ്യൻസുകളിൽ ചോദിക്കുക. പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യണേ.